കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ ഒരു വാക്യമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. വളരെ കുറച്ച് സമയം നമ്മൾ വചനം കേൾക്കുകയുള്ളൂ. കേൾക്കുന്ന സമയം വളരെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. എനിക്ക് നിങ്ങൾക്കൊക്കെ വരാൻ സാധ്യതയുള്ള വളരെ അപകടകരമായ ഒരു വിഷയത്തെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 10-ാമത്തെ അധ്യായം, 10-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വചനം ഞാനിവിടെ വായിക്കുമ്പോൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ഈ ജീവിതയാത്ര വളരെ അധികം പ്രലോഭനങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളത് ഓരോരുത്തർക്കും വ്യക്തിപരമായി അവരുടെ അനുഭവത്തിൽ അറിയാമല്ലോ. നാനാവിധ പരീക്ഷകൾ, നാനാവിധ കഷ്ടങ്ങൾ, പല തരത്തിലുള്ള വേദനകൾ. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ നൊമ്പരങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാകും. ആരോ പറയുന്നു എനിക്ക് വീടുണ്ട്, മറ്റൊരാൾ പറയുന്നു എനിക്ക് വീടില്ല. വീടുള്ളവർക്ക് വീടിനകത്ത് സ്വസ്ഥതയില്ല, വീടില്ലാത്തവർക്ക് വീടില്ലാത്തതിൻ്റെ വേദന. മക്കളില്ലാത്തവർ അയ്യോ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ. മക്കൾ ഉള്ളവർ പറയുന്നു എൻ്റെ മകനൊന്ന് നന്നായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. ജോലി ഇല്ലാത്തവർക്ക് എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ. ജോലി ഉള്ളവർക്ക് എൻ്റെ ജോലിയിൽ എനിക്കൊരു സ്വസ്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ. എല്ലാ മനുഷ്യ ജീവിതവും ഒന്നല്ലെങ്കിൽ മറ്റൊരു മുഖത്ത് പ്രശ്ന സങ്കീർണമാണ്. ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർക്ക് ആത്മീയ പ്രശ്നങ്ങളുണ്ട്, ആത്മീയ പ്രശ്നങ്ങളില്ലാത്തവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നവും ആത്മീയ പ്രശ്നവും ഇല്ലാത്തവർക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമില്ലാത്തവർക്ക് സാമൂഹ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ പ്രലോഭന നിഗൂഢമായ ഒരു ജീവിതമാണിത്. പ്രലോഭനങ്ങൾ നിറഞ്ഞ ജീവിതം, പരീക്ഷകൾ നിറഞ്ഞ ജീവിതം, കഷ്ടങ്ങൾ നിറഞ്ഞ ജീവിതം, ശാരീരിക പ്രശ്നങ്ങള്, മാനസിക പ്രശ്നങ്ങള്, ആത്മീക പ്രശ്നങ്ങള്, എല്ലാ മനുഷ്യന്റെയും പ്രശ്നങ്ങള്, പ്രശ്നകലുഷിതമായ ഒരു ജീവിത സാഹചര്യത്തിലാണ് നിങ്ങളുള്ളത്. അടുത്തിരിക്കുന്ന ആളുടെ പ്രശ്നം ഒന്ന് കേട്ടു നോക്കിക്കേ. ഒരു ഭാരം ഇറക്കി വെക്കാൻ ഒരാളെ നോക്കി നിൽക്കുകയാണ്. അത്രയ്ക്കും വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒന്ന് കേൾക്കാൻ ഞങ്ങളിങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരെ ഓരോ ദിവസവും കാണുമ്പോൾ എന്ത് തിടുക്കമാണെന്നറിയോ അവരുടെ വിഷയമൊന്ന് നമ്മളുടെ അടുക്കൽ വന്നൊന്ന് പറഞ്ഞൊന്ന് സ്വസ്ഥമാകുവാൻ. പല സന്ദർഭങ്ങളിലും കേൾക്കുവാനായിട്ട് മണിക്കൂറുകൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ എത്ര നേരം കേൾക്കുവാനും ആശ്വസിപ്പിക്കുവാനും കഴിയും. അപ്പൊ ആശ്വാസം ആവശ്യമുള്ള 1000 പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇവിടെയാണ് ഈ വാക്യങ്ങൾ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ടിയ മനോഭാവത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഈ വാക്യം. നോക്കൂ 13-ാമത്തെ വചനം ഇനിയൊന്ന് ശ്രദ്ധിക്കൂ. മനുഷ്യ സാധാരണമല്ലാത്ത, മനുഷ്യർക്ക് സാധാരണ ഉണ്ടാകാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ലോക സഹജമായ മനുഷ്യന്മാർക്ക് സാധാരണ ഉണ്ടാകുന്നതിനപ്പുറത്തുള്ള ഒരു പ്രലോഭനവും നിങ്ങൾക്കുണ്ടായിട്ടില്ല. നോക്കൂ, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതങ്ങനെ തന്നെ ഇവിടെ 13-ാമത്തെ വചനത്തിൽ വായിക്കുന്നത്. നിങ്ങൾ നേരിട്ടിട്ടില്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരു കുത്തിട്ടിട്ട് നടുക്കെഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് പറയാം ആ വാക്ക്, ദൈവം വിശ്വസ്തനാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ദൈവം വിശ്വസ്തനാണ്. അപ്പം എനിക്ക് മനുഷ്യ സാധാരണമല്ലാത്ത എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് നേരിടാത്ത ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ വരികയില്ല, അല്ലെങ്കിൽ വരുത്തുകയില്ല, അല്ലെ വരാൻ അനുവദിക്കുകയില്ല എന്ന കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഞാനിപ്പോൾ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്ത് പറഞ്ഞ്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് വരുത്തുകയില്ല. ആ കാര്യത്തിൽ ദൈവം എന്താണ്? വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ ഒരു പക്ഷേ വലിയ പ്രലോഭനങ്ങൾ നേരിട്ടിട്ടായിരിക്കും നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. അവരോടൊന്ന് പറഞ്ഞു ഉറപ്പിച്ചോണം, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല.
ഈ കാര്യത്തിൽ ദൈവം എന്താണ്? ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായ ദൈവത്തിന്റെ കാവലിലാണ് വ്യക്തിപരമായി നിങ്ങളും ഞാനും ഉള്ളത്. ഒന്ന് പറഞ്ഞു, വിശ്വസ്തനായ ദൈവത്തിന്റെ കാവലിലാണ് നിങ്ങളും ഞാനും ഉള്ളത്. സാധാരണക്കപ്പുറത്ത് അസാധാരണമായ ഒരു പ്രലോഭനവും എനിക്ക് വരാൻ ഈ ദൈവം സമ്മതിക്കയില്ല. അതാണ് ഒന്നാമത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കൂ, 13-ാമത്തെ വചനം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തിന്റെ 2-ാം ഭാഗം. നിങ്ങൾക്ക് ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയല്ല. ശക്തിക്ക് അതീതം എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ ശക്തിക്ക് മീതെ, അധീനവും അതീതവും അല്ലെ അവിടെ പറയുന്നത്. അതീതമായ, ശക്തിക്ക് അതീതമായ പ്രശ്നങ്ങളെ, പ്രലോഭനങ്ങളെ നേരിടാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ആദ്യം പറഞ്ഞു, മനുഷ്യർക്ക് സാധാരണ സംഭവിക്കാത്ത ഒന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. അതങ്ങ് ഉറപ്പിക്കാതെ, എനിക്ക് ഏതാണ്ട് ഒരു അപൂർവ കാര്യം വന്ന് പിണഞ്ഞു എന്ന് പറഞ്ഞിരിക്കാതെ, സാധാരണ മനുഷ്യർക്കുണ്ടാകുന്നത് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ തന്നെ ഒരു ശ്വാസം വിടാറാകും. അത്രയായിരുന്നു. ഇനി രണ്ടാമത്തെ പറയുക. ഇനി രണ്ടാമത്തെ പറയുമ്പോൾ വിശദീകരിക്കുന്നൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ശക്തിക്ക് മീതെ, ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിക്ക് മീതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ശക്തിയുണ്ടോ അതിന് മീതെ, അതീതമായ, അധീനമല്ല അതീതമായ, ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനങ്ങളും ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. മുമ്പിൽ പറഞ്ഞ ആ വാക്യവും ഈ പറഞ്ഞ വാക്യവും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് പറയാം. വിശ്വസ്തനായ ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. ആ ദൈവം 2 തരത്തിൽ നിങ്ങളെ സംരക്ഷിക്കുന്നു. ഒന്നാമത്തേത്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനം നിങ്ങൾക്ക് വരാൻ സമ്മതിക്കൂല. രണ്ടാമത്തേത്, നിങ്ങളുടെ ശക്തിക്ക് മീതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചുമക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിരോധിച്ച് കീഴടക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് ഇടിച്ചിടാൻ കഴിയാത്ത, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പ്രലോഭനം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കത്തില്ല. അപ്പൊ ഈ കാര്യത്തിൽ ദൈവം എന്താണ്? വിശ്വസ്തനാണ്. ഹല്ലേലൂയാ. ഈ ദൈവത്തെ ഒന്ന് കണ്ടോണ്ടൊന്ന് കരമടിച്ചു, ഒന്ന് കർത്താവിനെ ഒന്ന് മഹത്വം കൊടുത്ത്. ഈ ദൈവത്തെ ഒന്ന് കണ്ടോണം. ഏത് ദൈവത്തെയാ? എനിക്ക് രണ്ട് കാര്യം ഏതാ? മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രശ്നവും എനിക്ക് നേരിടത്തില്ല. ആ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. രണ്ടാമത്തെ എന്താ? എൻ്റെ ശക്തിക്ക് മീതെ എന്ന് പറഞ്ഞാൽ എനിക്ക് പൊക്കാൻ വയ്യാത്തൊരു ഭാരം എൻ്റെ തോളിൽ ദൈവം വെച്ച് തരത്തില്ല. ഹല്ലേലൂയ. ഈ കാര്യത്തിൽ ദൈവം എന്താണ്? ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ വായിക്കാം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനമാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. 13-ാമത്തെ വചനം. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് കേട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങളെ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല. ഇനി അടുത്തതോടെ ശ്രദ്ധിച്ചു കേട്ടോ. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തിയെ അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തിയെ അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഒന്ന് കർമ്മീകർത്തി പറഞ്ഞു, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തിയെ അവിടുന്ന് നിങ്ങൾക്ക് തരും. അപ്പം 4 കാര്യങ്ങളാണ് പറഞ്ഞല്ലേ. എന്നോട് ചേർന്നെന്ന് പറയാമോ ഈ 4 കാര്യങ്ങൾ? ഒന്നാമത്തെ എന്തായിരുന്നു? അസാധാരണമായതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സാധാരണമായതേ സംഭവിക്കത്തുള്ളൂ. രണ്ടാമത്തെ എന്താണ്? ദൈവം ആ കാര്യത്തിൽ എന്താണ്? വിശ്വസ്തനാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ എന്താ പറഞ്ഞത്? ശക്തിക്ക് അതീതമായ ഒന്നും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചുമക്കാൻ പറ്റാത്തതൊന്നും ദൈവം എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നില്ല. ഏറ്റവും അവസാനം 4-ാമത് പറഞ്ഞത് എന്താണ്? അതാ വായിക്കുന്നത്. എന്താണ്? 13-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗം. പ്രലോഭനങ്ങളെ ഉണ്ടാകുമ്പോൾ തന്നെ അവയെ അതിജീവിക്കാൻ വേണ്ടിയ ഒരു പ്രത്യേക ശക്തി നിങ്ങളിലേക്ക് വരും. ഹല്ലേലൂയ. അപ്പൊ ഈ 4 കാര്യം തിരിച്ചറിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, അയ്യോ അമ്മേ, പോയേ, വയ്യേ, തീർന്നേ, തളർന്നേ, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ, ആകെ അങ്കാലാപ്പിലാകും. ഈ 4 കാര്യം അറിഞ്ഞാണ്ടല്ലോ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നെഞ്ചും നെറ്റിയും വിരിച്ച് അഭിമാനത്തോടെ നിന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ തുടങ്ങും. ഹല്ലേലൂയാ. ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടു. ഈ 4 കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് പിന്നെ തളർന്നു പോകാനായിട്ട് ഇടവരികയില്ല. ഇതറിയത്തില്ലാത്തവർക്കാണ് തളർച്ചയും തകർച്ചയും വന്ന് താഴടിയായി പോകുവാൻ ഇടവരുന്ന. ആദ്യമേ തന്നെ തിരിച്ചറിയുക, ഉറക്കെ വിളിച്ച് പറയുക, എൻ്റെ ദൈവത്തെ എനിക്കറിയാം. കരമുയർത്തി ഒന്ന് പറഞ്ഞ്, എൻ്റെ ദൈവത്തെ, ഉറക്കെ പറ, എൻ്റെ ദൈവത്തെ എനിക്കറിയാം. അപ്പോൾ
ശക്തിക്ക് അതീതമായി. അപ്പൊ എന്താ ഇതിൻ്റെ നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന് അറിയാമോ? ഒരു കാര്യം അവിടെ നൊരുങ്ങി വരുമ്പോ തന്നെ ആ കാര്യത്തെ നേരിടാൻ വേണ്ടിയ ശക്തി എൻ്റെ മേൽ തന്നിട്ടേ അതിൻ്റെ മുമ്പിൽ എന്നെ നിർത്തുള്ളൂ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഉദാഹരണമായിട്ട് പറയാം. ഇപ്പൊ 12 മണിക്ക് കാഞ്ഞങ്ങാട് നിങ്ങൾക്കൊരു പ്രശ്നം വരുന്നെങ്കിൽ 11 മണിക്കേ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ശക്തി നിങ്ങളെ ശിരകളിൽ കർത്താവ് തന്നിട്ടുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ശക്തി നിങ്ങളെ ശിരകളിൽ കർത്താവ് പകർന്നിട്ടുണ്ടാകും. അപ്പൊ ഈ ശക്തിയെ തിരിച്ചറിയുന്നില്ലെങ്കിലുണ്ടല്ലോ ആകെ തളർന്നു പോകും. കാരണം ആ ശക്തി എല്ലാവരിലും വരുന്നുണ്ട്, പക്ഷെ എല്ലാവരും ആ ശക്തി എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. അപ്പൊ ആ ശക്തിയെ തിരിച്ചറിയുമ്പോൾ ഉണ്ടല്ലോ, ഈ ശക്തി കൊണ്ട് വരുന്ന പ്രലോഭനത്തെ ഇടിച്ചിടുകയും നിങ്ങൾ സടകുടഞ്ഞെഴുന്നേൽക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും പ്രശ്നമുണ്ട്. നിങ്ങൾ പറയുന്നു പ്രാർത്ഥനക്കാർക്ക് പ്രശ്നമില്ലെന്നല്ലേ? ഹല്ലേലൂയ. പ്രാർത്ഥനക്കാരോട് ചോദിക്കുക അവരുടെ പ്രശ്നങ്ങള്. പ്രാർത്ഥിക്കാൻ പോയ വഴിക്ക് ആക്സിഡന്റിൽ മരിച്ച എത്ര പേരുണ്ട്? പ്രാർത്ഥന കഴിഞ്ഞു വന്നിട്ട് വണ്ടി ഇടിച്ച് മരിച്ച എത്ര പേരുണ്ട്? പറയും. തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയതാ, ഒരു വണ്ടി ആൾക്കാർ പോയതാ, തിരിച്ചു വന്ന വഴിക്ക് വണ്ടി മറിഞ്ഞു, 9 പേര് മരിച്ചുപോയി. ഇന്ന തീർത്ഥാടന കേന്ദ്രം ഒന്നുമില്ല. എത്ര ന്യൂസ് അങ്ങനെ കേട്ടിട്ടുണ്ട്? ഉണ്ടോ ഇല്ലേ? നിങ്ങൾ എന്നോട് പറയും. അല്ലല്ലോ, എത്ര ന്യൂസ് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ പറയും പ്രാർത്ഥനക്കാർക്ക് പ്രശ്നമില്ല. പ്രാർത്ഥനക്കാർക്കും പ്രശ്നമുണ്ട്, ലോകത്തിലെ സകല മനുഷ്യർക്കും പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്തവരാരും ഇല്ല. പിന്നെ പ്രശ്നങ്ങൾക്ക് പല മുഖങ്ങളുണ്ടെന്നേ ഉള്ളു. അപ്പൊ പ്രാർത്ഥനക്കാരനും പ്രശ്നമുണ്ട്, പ്രാർത്ഥിക്കാത്തവനും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്നൊരു ചോദ്യം വരും അല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. പ്രാർത്ഥനക്കാരൻ അവന്റെ ജീവിതത്തിൽ അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി ഒരു അസാധാരണ ശക്തിയെ അവനിൽ തന്നെ ആർജിക്കുന്നു. അവനെ അത് ബാധിക്കുന്നില്ല. ഇതാണ് സത്യാവസ്ഥ. ഹല്ലേലൂയ. അവൻ അതിലൂടെ കടന്നു പോകുന്നു, പക്ഷെ അവനെ അത് ബാധിക്കുന്നില്ല. ഹല്ലേലൂയ. അതാണ് വചനത്തിൽ പറയുന്നത്. വീണ് കിടക്കുന്നു, നശിച്ചു പോകുന്നില്ല. കഷ്ടം സഹിക്കുന്നു, ഇടുങ്ങിയിരിക്കുന്നില്ല. അപ്പൊ കഷ്ടമുണ്ട്, പക്ഷെ കഷ്ടത്തിന്റെ ഇടുക്കമില്ല. വീണു പോകുന്നു, പക്ഷെ നശിച്ചു പോകുന്നില്ല. അവിടെയും ഒരു ശക്തി വന്ന് അതിനെ തരണം ചെയ്യാൻ വേണ്ടി വലിയൊരു അഭിഷേകം പകരുന്നു. ആ പകരുന്ന അഭിഷേകത്താൽ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നു. അതാണ് യേശുവിലുള്ള ജീവിതം. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ ഈ 4 കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമാണ് ക്രിസ്തീയ ജീവിതം. ഇത് അറിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ആകെ പരിഭവമാണ്, ആകെ അങ്കാലാപ്പാണ്, നാളെ എന്താ മറ്റന്നാ എന്താ സംഭവിക്കാൻ പോകുന്നു? അയ്യോ വർഷാവസാനം വരുന്നു, അയ്യോ മോൾക്ക് പ്രായമാകുന്നു, അയ്യോ വീട് പഴകിയത് വീഴാൻ പോകുന്നു, അയ്യോ ലോൺ അങ്ങനെ, അയ്യോ പശു ഇങ്ങനെ, അയ്യോ വീട്ടിൽ ഇങ്ങനെ. ഇതറിയുമ്പോ ഉണ്ടല്ലോ മനുഷ്യന് വഹിക്കാൻ കഴിയും. ചേർന്നൊന്ന് പറഞ്ഞു, മനുഷ്യന് വഹിക്കാൻ വയ്യാത്തൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. 2 ഉറക്കെ പറഞ്ഞ്, ദൈവം വിശ്വസ്തനാണ്. 3, എനിക്ക് സഹിക്കാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തിലേക്ക് വിടത്തില്ല. 4, എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോന്നിനെയും തരണം ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും എൻ്റെ ശിരകളിൽ പകരുന്ന, ഒന്ന് പറഞ്ഞോ, സ്വീകരിച്ചോ, ഒന്ന് കരമടിച്ചൊന്ന് സ്വീകരിച്ചോ. ഓരോ ദിവസവും എൻ്റെ ശിരകളിൽ പകരുന്ന ഊർജത്താൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകും. അപ്പൊ ഈ വിഷയം മനസ്സിലാക്കാതെ ഈ ജീവിതം ജീവിച്ചാല് ഇതിനിടയിൽ പിറുപിറുപ്പുണ്ടാകും. അതുകൂടെ വായിക്കാം. ഹല്ലേലൂയ. അവരിൽ 10ാമത്തെ വചനം ശ്രദ്ധിക്കൂ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ കാര്യമാണ്. ഒറ്റ വാക്കിൽ പറയാം. 10ാം അധ്യായം 10ാം വാക്യം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം. അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കുകയും അരുത്. അവരിൽ ചിലർ എന്ത് ചെയ്തു? പിറുപിറുത്തു. അതുപോലെ നമ്മൾ പിറുപിറുക്കരുത്. ഹല്ലേലൂയ. മനുഷ്യർക്ക് നേരിടുന്നതിനപ്പുറത്ത്. അപ്പം ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തില് മറുപടി വൈകുമ്പോൾ, സൗഖ്യം ചോദിച്ചു സൗഖ്യം വൈകുമ്പോൾ എന്ത് വരരുത്? പിറുപിറുക്കരുത്. ഹല്ലേലൂയ. പറഞ്ഞേ പിറുപിറുക്കരുത്. ഉറക്കെ പറ പിറുപിറുക്കരുത്. ഹല്ലേലൂയ. 10ാമത്തെ വചനം അതാ പറയുന്നത്. അവരിൽ ചിലർ പിറുപിറുത്തു, നശിച്ചുപോയി. പകലും മേഘത്തിന്റെ തണല്, രാത്രിയിൽ അഗ്നി തൂണ്, കയ്യെത്തും ദൂരത്ത് കാടപ്പക്ഷി, തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം.
രാവിലെ മഞ്ഞിന്റെ മേളിൽ മന്ന ഇങ്ങനെ നടത്തപ്പെട്ടു കേട്ടോ, 40 വർഷം. എന്നിട്ട് അവരെന്ത് ചെയ്തു? ശരി, പ്രവൃത്തി വൈകിയപ്പോഴത്തേക്കും ഇതാണോ ദൈവം? ഇതാണോ പ്രാർത്ഥിച്ചേ എനിക്ക് സംഭവിച്ചേ? ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പിറുപിറുക്കാൻ തുടങ്ങി. ഓ, ഈ ദൈവം ഉണ്ടെന്ന് തോന്നുന്നില്ലടേ, അല്ലേ പിന്നെ എന്നാ ഇത് ഇങ്ങനെ? കെമിസ്ട്രിക്ക് മാർക്ക് പറഞ്ഞപ്പോ പിറുപിറുക്കാൻ തുടങ്ങി. തെങ്ങിന് മണ്ടരി വന്നപ്പോ പിറുപിറുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കാലിന് വേദന വന്നപ്പോ പിറുപിറുക്കാൻ തുടങ്ങി. ഓ, എന്റെ തലവേദന എന്നെയും കൊണ്ടേ പോകത്തുള്ളെന്ന് പറയാൻ തുടങ്ങി. അയ്യോ, എന്റെ തോളിന് ഭയങ്കര വേദന, അത് എന്നെയും കൊണ്ടേ പോകത്തുള്ളെന്ന് പറയാൻ തുടങ്ങി, പിറുപിറുക്കാൻ തുടങ്ങി. അയ്യോ, എന്റെ നട്ടല് കണ്ടോന്ന് ദൈവത്തോട് പറയാൻ തുടങ്ങി, പിറുപിറുക്കാൻ തുടങ്ങി. അപ്പോഴെന്നാ പിറുപിറുക്കുന്നതിന് പകരം എന്നാ ചിന്തിക്കണ്ടേ? അസാധാരണമായതൊന്നും പറ. 4 കാര്യം പഠിപ്പിച്ചു ഇപ്പൊ എന്നെ നോക്കിയിരിക്കുക. ചേർന്ന് പറയേ, അസാധാരണമായതൊന്നും. ഉറക്കെ പറ, അസാധാരണമായതൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. 2, ദൈവം വിശ്വസ്തനാണ്. ചേർന്ന് പറഞ്ഞ, ദൈവം വിശ്വസ്തനാണ്. അസാധാരണമായതൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. 2, ദൈവം വിശ്വസ്തനാണ്. 3 എനിക്ക് പൊക്കാൻ പറ്റാത്തതൊന്നും ഈ തോളില് വെച്ച് തരൂല. ഇനി ഈ തോളിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ, അന്നേരം തന്നെ അതിനു വേണ്ടിയുള്ള ശക്തിയും എൻ്റെ മേല് തന്നിട്ടുണ്ട്. ഈ കാര്യം അറിഞ്ഞാൽ പിന്നെ എന്തിനു സമയമില്ല? പിറുപിറുക്കാൻ സമയമില്ല. ഹല്ലേലൂയ. ഇതറിഞ്ഞില്ലെങ്കിലോ, അയ്യോ ദൈവമേ നീ എവിടെ, കാണുന്നില്ലല്ലോ, ആകെ പിറുപിറുപ്പാണ്. ഹല്ലേലൂയ. ദൈവത്തെ ഞാൻ ഈ അധ്യായങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട. ഹല്ലേലൂയ. അത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ? ആകയാൽ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. എങ്ങനെയാ നിൽക്കുന്നു തോന്നുന്നു വീഴാൻ ഇരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് പറഞ്ഞത്? നിൽക്കുന്നത് എന്താ? ദൈവത്തിന്റെ ദയയിലാണ്. പിറുപിറുത്ത് ഈ ദയക്കകത്ത് നിന്ന് ഇറങ്ങിയിട്ട് വീഴാൻ സാധ്യതയുണ്ടെന്ന്. ദൈവം ദയ മാറ്റുന്നോണ്ടല്ല, ദയെന്ന് ഞാൻ മാറുന്നോണ്ട്. ദൈവം ദയമൊന്നും മാറ്റത്തില്ല. ദയാലുവ, ദീർഘക്ഷമയുള്ള ദൈവം. പക്ഷെ ആ ക്ഷമയെന്ന് വേണേ എനിക്കിറങ്ങാൻ പറ്റും, ആ ദയെന്ന് വേണേ എനിക്കകലാൻ പറ്റും. എന്നിട്ട് എനിക്ക് പറയാം, എൻ്റെ മേൽ ദയമൊന്നും ഇല്ലേ. വെള്ളച്ചാട്ടം ഒരിക്കലും നിൽക്കുന്നില്ല. വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിന്ന് എനിക്ക് വേണേ മാറിപ്പോയിട്ട് പറയാം, എൻ്റെ തല നനയുന്നില്ല, അയ്യോ എന്നെ എൻ്റെ തലയിൽ വെള്ളം വീഴാത്തതെന്ന്. ഹല്ലേലൂയ. ദൈവം ദയാലുവാണ്. അതാ ഇവിടെ പറയുന്നത്. ഇന്ന് നമുക്ക് ഈ 4 കാര്യം ഒന്ന് വിശ്വസിച്ച് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കാം ജീവിതത്തിലേക്ക്. അസാധാരണമായതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. പറഞ്ഞാട്ടെ കരമുയർത്തി പറഞ്ഞാട്ടെ. അസാധാരണമായതൊന്നും, ഉറക്കെ പറ, മനുഷ്യ സാധാരണമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. രണ്ടാമത്തേതെന്ന് ചേർന്ന് പറഞ്ഞ്, ദൈവം വിശ്വസ്തനാണ്. ഉറക്കെ പറ, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഒന്നുകൂടെ പറ, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. മൂന്നാമത്തെ പറ, ഉറക്കെ പറ, ഏതെങ്കിലും എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടോ അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയ ഒരു വിശേഷമാകുന്ന ശക്തി എൻ്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. ഓരോ ദിവസവും പകർന്നുകൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ ഉറച്ചു പറ. കേട്ടില്ല? ഉറക്കെ പറ. കേട്ടില്ല? അതിനകത്ത് ഉടനെ തന്നെ ഒരു പോക്കുവഴിയും നീക്കുപോക്കും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുക്കി തരുന്നുണ്ട്. ഞാൻ അതിനകത്തൂടെ രക്ഷപ്പെട്ട് പുറത്ത് വരിക തന്നെ ചെയ്യും. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. പൊര ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് ഉറപ്പിച്ചു പറഞ്ഞ് സ്വീകരിച്ചോ. ഹല്ലേലൂയ. പരീക്ഷയോട് കൂടെ തന്നെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അടഞ്ഞതിനകത്ത് കിടക്കാൻ ഇട വരികയില്ല. അടഞ്ഞ മുറിയുടെ സൈഡിലൂടെ ഒരു വാതിൽ നിനക്ക് തരും. എന്നിട്ട് പറയും, നീ ഇതിൻ്റെ അകത്തൂടെ രക്ഷപ്പെട്ടു.
കുടുങ്ങി കുടുക്കിൽ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനിടയിലൂടെ നിനക്കൊരു വഴി തുറന്നു തന്നിട്ട് പറയും, നീ ഇതിൻ്റെ അകത്തൂടെ എസ്കേപ്പ് ചെയ്തു. നാരോ എസ്കേപ്പ് എന്ന് പറഞ്ഞ പോലെ അവസാന നിമിഷം നിന്നെ ആ കുടുക്കിനകത്തും ദൈവം രക്ഷിക്കും. ശരിയാ, അടിച്ചിൽ വീണ പോലെ തോന്നും, ശരിയാ, കുടുക്കിൽ പെട്ടതുപോലെ തോന്നും. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് ദൈവോട് ഉണ്ടാക്കി തരും. നീ അതിലൂടെ രക്ഷപ്പെടുകയും ചെയ്യും. ഇത് ദൈവത്തിന്റെ കരമാണ്. ഇതറിയുന്നവരൊന്ന് ആർത്ത് വിളിച്ചൊന്ന് ആരാധന കൊടുത്ത് എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ.